ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ലിറ്റററി ഫോംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 3 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് 3യുടെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നോവലിനകത്തുള്ള പ്ലോട്ടിനെ പറ്റിയിട്ടാണ്, പ്ലോട്ട് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതായത് എ സ്പെഷ്യൽ ആസ്പെക്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി വിച്ച് ദ പ്ലോട്ട് സ്ട്രക്ചർ റിക്വയേഴ്സ് ഈസ് ദാറ്റ് ഇൻ എ കോമ്പൗണ്ട് പ്ലോട്ട് ദ പാർട്സ് ഷുഡ് ബി റോഡ് ടുഗെദർ ഇൻ ടു എ സിംഗിൾ ഹോൾ. അതായത് ഒരു കോമ്പൗണ്ട് പ്ലോട്ടിൽ, അതായത് സങ്കീർണമായ ഒരു ഇതിവൃത്തത്തിൽ, ഒരു നോവലിൻ്റെ സങ്കീർണമായ ഒരു നോവലിൻ്റെ ഇതിവൃത്തത്തിൽ വിവിധ ഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ച് യൂണിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. It should also be noted that where several independent elements enter into a plot, it is often the practice of the novel is to make them balance. അതായത് വിവിധ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ ധാരാളമായി വന്നു കയറുന്ന ഒരു കോമ്പൗണ്ട് പ്ലോട്ടിനകത്ത്, സങ്കീർണമായ ഒരു പ്ലോട്ടിനകത്ത് നോവലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ബാലൻസ്, ഒരു സന്തുലനാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും നോവലിൻ്റെ ഉദ്ദേശം. A series of events arranged in chronological order should be the ground plan of every novel. അതായത് സീരീസ് ഓഫ് ഇവൻറ്റ്സ്, അതായത് നിരനിരയായിട്ടുള്ള സംഭവങ്ങളെ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ കാലക്രമത്തിൽ അടുക്കി എടുക്കുക എന്നുള്ളതാണ് എല്ലാ നോവലിൻ്റെയും ഒരു അടിസ്ഥാന ഉദ്ദേശം. As a plot progress, it arouses expectations in the audience or reader about the future course of the events. അതായത് നോവലുകൾ വായിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാൻ പറ്റുന്നതാണിത്. നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായനക്കാരന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. The interplay of suspense and surprise is a prime source of the magnetic power and vitality of an ongoing plot. അതായത് നോവല് മുന്നോട്ട് പോകുന്ന സമയത്ത് വായനക്കാരന് ഇനി എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയിട്ടൊരു ആകാംക്ഷയും ഒരു എക്സ്പെക്റ്റേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഉദ്വേഗവും ആശ്ചര്യവും വായനക്കാരനിൽ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും അതിൻ്റെ ഒരു കാന്തിക വലയത്തിൽ വായനക്കാരനെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു നോവലിൻ്റെ ഒരു സവിശേഷത. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the novelist has 3 methods in telling a story. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഥ പറയുന്നതിന് 3 രീതികളുണ്ട്. the direct or epic, autobiographical and the documentary. direct method അല്ലെങ്കിൽ epic method, രണ്ടാമത്തേത് autobiographical method, മൂന്നാമത്തേത് documentary method. In the first and the most usual way, the novelist is a historian narrating from outside. അതായത് ആദ്യത്തെ സാധാരണയായി എല്ലാ നോവലിസ്റ്റുകളും ഉപയോഗിക്കുന്ന രീതിയാണ് ഡിറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ എപ്പിക് മെത്തേഡ്. ഇതിനകത്ത് ഒരു ചരിത്രകാരനെ പോലെ മാറി നിന്ന് സാക്ഷിയാവുന്ന രീതിയിൽ നോവലിസ്റ്റ് കഥ പറയുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. In the second, he writes in the first person, identifying himself with one of his characters. അതായത് ഓട്ടോബയോഗ്രഫിക്കൽ മെത്തേഡിൽ നോവലിസ്റ്റ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ എന്ന് ഉപയോഗിച്ചായിരിക്കും ഈ കഥ എഴുതുന്നത്. ഐഡൻറ്റിഫൈങ് ഹിംസെൽഫ് വിത്ത് വൺ ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്, അതായത് നോവലിസ്റ്റ് തന്നെയായിരിക്കും കഥാപാത്രങ്ങളിൽ ഒരാൾ. ആൻഡ് അടുത്തത് ഒക്കേഷണലി ദ മെത്തേഡ്സ് മേ ബി ബ്ലെൻഡഡ്. അതായത് ചില നോവലുകളിലാണെങ്കിൽ ഈ മെത്തേഡുകൾ മിക്സായിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ മെത്തേഡുകൾ പലതും നോവലുകളിൽ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ചാൾസ് ഡിക്കൻസ് എന്ന നോവലിസ്റ്റിൻ്റെ ബ്ലീക്ക് ഹൗസ് എന്ന നോവൽ. It is evident
that each of these ways has its special advantages and disadvantages. ഈ 3 മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. Plot and character are therefore interdependent critical concepts, as Henry James has said. What is character but the determination of incident? What is incident but the illustration of character? അതായത് മറ്റൊന്നുമല്ല, പ്ലോട്ടും ക്യാരക്ടറും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അതായത് കഥയുടെ ഇതിവൃത്തവും കഥാപാത്രവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. പ്ലോട്ട് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഇൻ പ്രാക്ടീസ് ആർ ഓൾവേസ് യുണൈറ്റഡ്. അതായത് കഥാപാത്രം സംഭവം തീരുമാനിക്കും, സംഭവം കഥാപാത്രത്തെ ചിത്രീകരിക്കും. ഇത് രണ്ടും യുണൈറ്റഡ് ആണ്. അതായത് പ്ലോട്ടും ക്യാരക്ടറൈസേഷനും യുണൈറ്റഡ് ആണ്. അടുത്ത പോയിന്റ്, 2 classes of novels, those in which the interest of character is uppermost while action is used simply or mainly with a reference to this, and those in which the interest of the plot is uppermost and characters are used simply or mainly to carry on the actions. അതായത് കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള നോവലുകൾ, കഥയ്ക്ക് പ്രാധാന്യമുള്ള നോവലുകൾ എന്നിങ്ങനെ നോവലുകൾ പലതരത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. Among the relative value of incident and character in fiction, characterization is more important, from which it follows that novels which have the principal stress on character rank higher as a class than those which depend mainly on the incident. അതായത് കഥാപാത്രത്തിന് പ്രാധാന്യം വരുന്ന നോവലുകളാണ് എപ്പോഴും ഉന്നത നിലവാരം പുലർത്തുന്നതായിട്ട് കാണപ്പെടുന്നത്. അടുത്ത പോയിന്റ്, a certain amount of opposition always exists between the claims of plot and those of characters. Where attention is paid primarily to plot, the characters have often to be forced into its service, even at the cost of some sacrifice to the consistency. Where attention is paid primarily to the character, the expansion of പേഴ്സണാലിറ്റി, അതായത് എന്തൊക്കെയാണെങ്കിലും കഥാപാത്രത്തിനാണോ പ്രാധാന്യം അതോ കഥയ്ക്കാണോ പ്രാധാന്യം എന്നുള്ളത് എപ്പോഴും ഒരു തർക്ക വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. Often quite unforeseen at the outset, as the story runs its course, while will frequently prove fatal to the regularity of the plot design. അങ്ങനെയാണെങ്കിലും കഥാപാത്രങ്ങളിലുള്ള ബന്ധം സ്വാഭാവികമായിരിക്കണം, യുക്തിപരമായിരിക്കണം. അതായത് കഥയും കഥാപാത്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിരിക്കണം, അത് കൃത്രിമമായി പോകാനും പാടില്ല. While in every novel plot and characters must be combined, there is a right way and wrong way of treating their relationship. അതേ പോയിന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. The wrong is to bring them together arbitrarily and without making each depend logically upon each. The right way is to conceive them throughout as forces vitally interacting in the movement of the story. അതായത് ഒരേ പോയിന്റ് തന്നെയാണ്, പ്ലോട്ടും ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം സൃഷ്ടിച്ചു വരുന്ന സമയത്ത് കൃത്രിമത്വം വന്നു കഴിഞ്ഞാൽ ആ നോവല് സക്സസ്ഫുൾ ആയി തീരുകയില്ല. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇൻ ഓൾ റിയലി ഗുഡ് ഫിക്ഷൻ ദ മെയിൻ springs of the action must ultimately be sought. Simple or complex, the plot evolves as a natural consequence of the fact that a number of given people of such and such dispositions and impelled by such and such motives and passions are brought together in circumstances which give rise to an interplay of influence or clash of interest among them. അതായത് പല ആഗ്രഹങ്ങളും
സന്ദർഭങ്ങളും ഉദ്ദേശങ്ങളും സ്വഭാവങ്ങളുമായിട്ട് പരസ്പരം ഇടപഴകുന്ന കഥാപാത്രങ്ങൾ തമ്മിലുണ്ടാകുന്ന ക്ലാഷുകൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളാണ് നോവല് മുന്നോട്ട് പുരോഗമിപ്പിക്കുന്ന ഘടകം. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. Yet, even so, the personal action of circumstances will always remain a central consideration. Incident is thus rooted in character and is to be explained in terms of it. അതായത് സാഹചര്യങ്ങൾ അനുകൂലമായി കഥ കൊണ്ടുപോകുന്നു. പൊതുവായ ഒരു ഘടകം വ്യക്തിപരമായ ഘടകവുമായി ചേർന്ന് കഥ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നോവലിസ്റ്റ് പിന്തുടരേണ്ടത്. അടുത്ത പോയിന്റ്, സാഹചര്യങ്ങൾക്ക് കഥാപാത്രം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് കഥ തീരുമാനിക്കുന്നത്. സംഭവങ്ങൾ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പോവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. എഡ്വിൻ മ്യൂർ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കുണ്ട്. എഡ്വിൻ മ്യൂർ പറഞ്ഞിരിക്കുന്നത്, എഡ്വിൻ മ്യൂറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എഡ്വിൻ മ്യൂർസ് പെർട്ടിക്കുലർ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ദ നോവൽ ഈസ് ദ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ ആക്ഷൻ നോവൽ, ദ ക്യാരക്ടർ നോവൽ ആൻഡ് ദ ഡ്രമാറ്റിക് നോവൽ. എഡ്വിൻ മ്യൂർ 3 തരത്തിലുള്ള നോവലുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ നോവലെന്നും ക്യാരക്ടർ നോവലെന്നും ഡ്രമാറ്റിക് നോവലെന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ നോവൽ ഓഫ് ആക്ഷൻ ദ ക്യാരക്ടേഴ്സ് ആർ ഡിസൈൻഡ് ടു ഫിറ്റ് ദ പ്ലോട്ട്. ആക്ഷൻ നോവലാണെങ്കിൽ കഥയുമായിട്ട് യോജിക്കുന്ന രീതിയിലാണ് കഥാപാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ ട്രഷർ ഐലൻഡ്, അതായത് റോബർട്ട് ലൂയി സ്റ്റീവൻസന്റെ ട്രഷർ ഐലൻഡ് ആക്ഷൻ നോവലിന് ഉദാഹരണമാണ്. അടുത്തത്, ഇൻ ദ ക്യാരക്ടർ നോവൽ ദ പ്ലോട്ട് ഇസ് ഇംപ്രൊവൈസ്ഡ് ടു സ്യൂട്ട് ദ ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ നോവലിലാണെങ്കിൽ കഥാപാത്രത്തിന് യോജിക്കുന്ന രീതിയിലാണ് പ്ലോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വില്യം മേക്പീസ് താക്കറയുടെ വാനിറ്റി ഫെയർ എന്ന് പറയുന്ന നോവല് ഒരു ക്യാരക്ടർ നോവലിന് ഉദാഹരണമാണ്. ഇൻ ദ ഡ്രമാറ്റിക് നോവൽ, എന്നാൽ ഡ്രമാറ്റിക് നോവൽ എങ്ങനെയാണ്? ക്യാരക്ടർ ആൻഡ് പ്ലോട്ട് ആർ ക്ലോസ്ലി നെറ്റ് വിത്ത് ഇന്റീരിയർ കോസേഷൻ ഷോയിങ് ഇറ്റ്സെൽഫ് ഇൻ ക്യാരക്ടർ യൂസ് ഇഷ്യൂയിങ് ഇൻ ആക്ഷൻ ആൻഡ് ആക്ഷൻ ഇഷ്യൂയിങ് ഇൻ ക്യാരക്ടർ. ഇത് രണ്ടിനും തുല്യ പ്രാധാന്യം വരുന്നത്, അതായത് ക്യാരക്ടറിനും പ്ലോട്ടിനും തുല്യ പ്രാധാന്യം വരുന്നതാണ് മൂന്നാമത്തെ തരത്തിലുള്ള നോവൽ, അതായത് ഡ്രമാറ്റിക് നോവൽ എന്ന് പറയുന്നത്. അടുത്തത്, ഇൻ ദ എവല്യൂഷൻ ഓഫ് പ്ലോട്ട് ഔട്ട് ഓഫ് ക്യാരക്ടർ ദ മോട്ടീവ്സ് വിച്ച് പ്രോംപ്റ്റ് the persons of the story to act as they do must impress us both in keeping with their natures and adequate to the resulting incidents. If for the sake of the plot a character is made to take a line of action in contradiction to the whole bias of his disposition or on motives which seem insufficient or fantastic, then the true relation of plot and character is ignored. അതായത് പ്ലോട്ടിന് വേണ്ടി ക്യാരക്ടറിനെ കൊണ്ട് മനഃപൂർവ്വം കാര്യങ്ങൾ ചെയ്യിച്ചാൽ നോവല് യാന്ത്രികമായിട്ട് തീരും. നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻഡ് അങ്ങനെ ആർട്ട് ഫോൾട്ടി ആയി മാറുകയും ചെയ്യും. യാന്ത്രികമായി മാറുമ്പോൾ കലാസൃഷ്ടി ഫോൾട്ടി ആയിട്ട് മാറും, അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ മാറും. The problem of psychological truth is as essential in the management of plot as in the handling of character itself. അതായത് സൈക്കോളജിക്കൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പരമമായിട്ടുള്ളൊരു സത്യം, അതെപ്പോഴും പ്ലോട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ ഡ്രാമ ആൻഡ് ദ നോവൽ, നാടകവും നോവലും. As the novel and the drama are compounded of the same elements, a great deal of what would be said
the former would be found equally applicable to the latter. അതായത് നോവലിലും ഡ്രാമയിലും കാണപ്പെടുന്നത് ഒരേ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോവലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രാമയിലും ആപ്ലിക്കബിൾ തന്നെയാണ്. Manifestingly, the drama and prose fiction are compounded of the same raw materials. The drama is not pure literature. Drama എന്ന് പറയുന്നത് ഒരിക്കലും ശുദ്ധ സാഹിത്യമല്ല, അല്ലെങ്കിൽ പ്യൂർ ലിറ്ററേച്ചർ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ആർട്ട്. അത് ഒരു കോമ്പൗണ്ട് ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. In which the literary element is organically bound up with the elements of stage setting and historic interpretation. ഇതിനകത്ത് സാഹിത്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഡ്രാമ എന്ന് പറയുന്നത് സ്റ്റേജ് സെറ്റിങ്ങുമായിട്ടും ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഡ്രാമയ്ക്കകത്ത് സാഹിത്യം മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. കാരണം അത് ഒരു സ്റ്റേജിൽ അഭിനയിച്ചാണ് ഡ്രാമ കാണികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, നാടകം. അതുകൊണ്ട് തന്നെയാണ് അത് പ്യൂർ ലിറ്ററേച്ചർ അല്ല എന്ന് പറയുന്നത്. The novel is independent of these secondary arts. എന്നാൽ നോവൽ അങ്ങനെയല്ല. നോവല് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. കാരണം അത് വായനക്കാരൻ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അതിനകത്ത് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഡ്രാമ അങ്ങനെയല്ല. ആ ഒരു ഓൺ ദ സ്പോട്ടിൽ അഭിനയിച്ച് കാണിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വേറെയും അതിൽ വന്നു ചേരേണ്ടത് ആവശ്യമാണ്. It is, as Marion Crawford once phrased it, a pocket theatre. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മാരിയൻ ക്രോഫോർഡ് പറഞ്ഞതുപോലെ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് തിയേറ്റർ ആണ്. ഘടകങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അതിന് പല വ്യത്യാസങ്ങളുമുണ്ട്. Containing within itself not only plot and actors but also costume, scenery and all other accessories of a dramatic റെപ്രസെൻറ്റേഷൻ. അതായത് നോവലിന് സ്റ്റേജ് സെറ്റിങ്ങും ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനവും ഒന്നുമില്ല. ഡ്രാമയിൽ വസ്ത്രം, അതായത് കോസ്റ്റ്യൂം, ഉപകരണങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഡ്രാമയിൽ. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോട്ടഡ് ദാറ്റ് എവറി നോവൽ മസ്റ്റ് നെസസറിലി പ്രസൻറ്റ് എ സർട്ടൻ വ്യൂ ഓഫ് ലൈഫ് ആൻഡ് ഓഫ് സം ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അതായത് നോവലിനകത്ത് ജീവിതത്തിനോടുള്ള ഒരു പ്രത്യേക ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യേക വ്യൂ, അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് വരച്ച് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നോവലിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട്. പ്ലോട്ട്, ക്യാരക്ടർ, ഡയലോഗ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ആക്ഷൻ, സ്റ്റൈൽ and the stated or implied philosophy of life are the chief elements entering into the composition of any work of prose fiction, small or great, good or bad. നേരത്തെ നമ്മൾ വായിച്ച അതേ പോയിന്റ് തന്നെയാണ്. നോവലിനകത്തുള്ള ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The basis of true greatness in a novel is to be sought in the greatness of substantial value of its raw materials, that is the element of plot. Whatever aspects of life the novelist may choose to write about, he should write of them with the grasp and thoroughness which can be secured only by familiarity with his material. What he is not familiar with, he should leave alone. അതായത് നേരത്തെ നമ്മൾ ഇതേ പോയിന്റുകൾ സൂചിപ്പിച്ചതാണ്. നോവലിസ്റ്റിന് ഒരു ഉദാത്തമായ നോവൽ എഴുതണമെങ്കിൽ ആ നോവലിസ്റ്റിന് തനിക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി വേണം എഴുതേണ്ടത്. അല്ലാതെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിട്ടുകളയുന്നതായിരിക്കും നോവലിസ്റ്റിന് നല്ലത്. അതായത് നോവൽ ഉദാത്തമാവണമെങ്കിൽ പ്ലോട്ടിന് കൃത്യതയുണ്ടാവണം. അത് വായനക്കാരന് അപ്പീലിംഗ് ആയിട്ട് മാറണം. നോളജ് ഓഫ് ലൈഫ് മേ ബി ഒബ്റ്റെയിൻഡ് ഇൻ വേരിയസ് വേയ്സ് ബിസൈഡ് ഡിറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇറ്റ് മേ in particular be obtained through books and through conversation with other people who have touched the world at points
where we have not touched it ourselves. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നോവലിസ്റ്റിന് നല്ല നോവൽ എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞ അതേ പോയിന്റാണ്. എ റൈറ്റർ ഓഫ് റിയൽ ക്രിയേറ്റീവ് ജീനിയസ് with that power of absorbing and utilizing all kinds of materials derived from all kinds of sources, and that sheer power of realistic imagination which habitually goes with this, may thus attain substantial fidelity even when he is handling scenes and incidents which have never come within the range of his own experience and observation. അതായത് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു കഴിവ് ഉപയോഗിച്ചും വായനയിലൂടെയും മറ്റുള്ള ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഒക്കെ തന്നെ ഒരു നോവലിസ്റ്റ്, അതായത് ഈ ഘടകങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു നോവലിസ്റ്റിന് നല്ലൊരു നോവൽ എഴുതാൻ സാധിക്കും. The plot of a novel may be simple or compound, that is, it may be composed of one story only or of two or more stories in combination, and the law of unity requires that in a compound plot the parts should be wrought together. wrought എന്ന് പറയുന്ന വേർഡ് WROUGHT ആണ്, ഒരുമിച്ച് കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. wrought together into a single whole. Thus, in dealing with plot structure, we may distinguish roughly between two kinds of novel, the novel of loose plot and the novel of organic plot. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നോവലിന് യൂണിറ്റി വേണം, സംഭവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കണം. പിന്നെ the conditions of the novel commonly permit the use of two opposed methods. നേരത്തെ പറഞ്ഞ അതേ പാരഗ്രാഫ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വായിച്ചു പോകാം. Opposed methods of characterization: the direct or analytical and the indirect or dramatic. Speaking generally, however, the very form of the novel as a compound of narrative and dialogue practically involves a combination of the non-dramatic and the dramatic in the handling of character. A broad and intimate knowledge of human nature at large, a keen insight into the working of its common motives and passions, creative power and dramatic sympathy will together often suffice to give substantial reality and the unmistakable touch of truth to character. അതായത് നോവലിസ്റ്റിന് വേണ്ടതായിട്ടുള്ള ഹ്യൂമൻ നേച്ചറിനെ പറ്റിയിട്ടുള്ള അഗാധമായിട്ടുള്ള നോളജ്, പിന്നെ കീൻ ഇൻസൈറ്റ്, വളരെയധികം കീനായിട്ടുള്ള ഉൾക്കാഴ്ച, ഇൻടു ദ വർക്കിംഗ് ഓഫ് ഇറ്റ്സ്, മനുഷ്യ മനസ്സ് എങ്ങനെയൊക്കെ ചിന്തിക്കും, എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഉൾക്കാഴ്ച, ഇതൊക്കെ തന്നെയും ഒരു നോവലിസ്റ്റിന് വളരെ ആവശ്യമാണ്. We can distinguish roughly between two classes of novels: those in which the interest of character is uppermost, while action is used simply or mainly with reference to this, and those in which the interest of the plot is uppermost and characters are used simply or mainly to carry on the action. നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണ്. ഡയലോഗ് വെൽ മാനേജ്ഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ എലിമെൻറ്റ്സ് ഓഫ് എ നോവൽ. അടുത്തത് ഡയലോഗിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗുഡ് ഡയലോഗ് ഗ്രേറ്റ്ലി ബ്രൈറ്റൻസ് ദ നറേറ്റീവ് ആൻഡ് ഇറ്റ്സ് ജുഡീഷ്യസ് ആൻഡ് ടൈംലി യൂസ് ഈസ് ടു ബി റിഗാർഡഡ് ആസ് എവിഡൻസ് ഓഫ് എ റൈറ്റേഴ്സ് ടെക്നിക്കൽ സ്കിൽ. അതായത് എഴുത്തുകാരൻ്റെ സാങ്കേതികമായിട്ടുള്ള സ്കില്ലാണ് ഡയലോഗിൽ കൂടി പ്രസൻ്റ് ആവുന്നത്. ബിയോണ്ട് ഹാവിങ് ആൻ ഓർഗാനിക് കണക്ഷൻ വിത്ത് ആക്ഷൻ, dialogue should be natural, appropriate and dramatic. The setting of the novel includes the entire milieu of a story, the manners, customs, way of life which enter into its composition, as well as its natural background or environment. അതായത് ഓരോ നോവലും ഒരു ജീവിത തത്വത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എഴുതുന്നത്. ദ സെറ്റിംഗ് ഓഫ് എ നോവൽ, ഒരു നോവലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ദ എൻറ്റയർ മിലിയെ, MILIEU, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മിലിയെ എന്നാണ്. അതിൻ്റെ അർത്ഥം സാമൂഹിക അന്തരീക്ഷം എന്നാണ്.
അപ്പോൾ അതിൻ്റെ സെറ്റിങ് ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഉൾപ്പെടുന്നതായിരിക്കും. ദ മാനേഴ്സ്, കസ്റ്റംസ്, അതായത് പതിവുകൾ, വേ ഓഫ് ലൈഫ് വിച്ച് എൻറ്റർ ഇൻ ടു ഇറ്റ്സ് കോമ്പസിഷൻ ആസ് വെൽ ആസ് ഇറ്റ്സ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് ഓർ എൻവയോൺമെൻറ്റ്. വി മേ ദെർഫോർ ഡിസ്റ്റിങ്വിഷ് ടു കൈൻഡ്സ് ഓഫ് സെറ്റിംഗ്, ദ സോഷ്യൽ ആൻഡ് മെറ്റീരിയൽ. അങ്ങനെ വരുമ്പോൾ രണ്ട് സെറ്റിങ് നമുക്ക് വേർതിരിക്കാം, സോഷ്യൽ സെറ്റിങ്ങും മെറ്റീരിയൽ സെറ്റിങ്ങും. എവറി നോവൽ, no matter how trivial it may be, is set to rest upon a certain view of the world to incorporate or connote. അതായത് ഒരു നോവൽ എത്ര നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും ഡെപ്ത് ഉള്ളതാണെങ്കിലും അതിനകത്ത് ഇറ്റ് റെസ്റ്റ് അപ്പോൺ എ സർട്ടൻ വ്യൂ ഓഫ് ദ വേൾഡ്, ലോകത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക വീക്ഷണം അതിനകത്ത് ഉണ്ടായിരിക്കും. To connote general principles and thus to present a tough general philosophy of life. CONNOTE, connote എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക എന്നാണ് അർത്ഥം. അത് സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? ഒരു ജനറൽ ഫിലോസഫി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു തത്വശാസ്ത്രത്തെ ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. The novelist course is the same as the dramatist in interrupting the philosophy of life. ഈ ഒരു കാര്യം, അതായത് നോവലാണെങ്കിലും ഡ്രാമയാണെങ്കിലും ഒരു ജീവിത തത്വം അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. ദേ ബോത്ത് ഇൻ്റർപ്രിറ്റ് ലൈഫ് ബൈ റെപ്രസെൻറ്റേഷൻ, രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് ജീവിതം തന്നെയാണ്. ബട്ട് while the dramatist is confined to this indirect method, the novelist is able, if he chooses, to supplement it by direct personal commentary and explanation. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നോവലിസ്റ്റിന് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഡ്രമാറ്റിസ്റ്റിനാണെങ്കിൽ മാറി നിന്ന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നോവലിസ്റ്റിന് കഥാപാത്രങ്ങളോട് മിക്സ് ചെയ്ത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സ്വാതന്ത്ര്യം നോവലിസ്റ്റിന് ഉണ്ട്. Though the elements of the novel and drama are identical, the novelist and the dramatist work under very dissimilar conditions and for this reason have to manipulate their material in dissimilar ways. Thank you.